ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മൾ ഹോട്ടലിലൊക്കെ പൊറോട്ടൻ്റെ കൂടെ പോയിട്ട് കഴിക്കുന്ന നല്ല ഗ്രേവിയുള്ള ടേസ്റ്റ് ആയിട്ടുള്ള മീൻ കറിയില്ലേ, അതൊന്നും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ച 4 കഷ്ണം മീനാണ് എടുത്തത്. വലിയ മീനോ ചെറിയ മീനോ ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പിന്നെ അതിന് വേണ്ടത് മീഡിയം വലിപ്പമുള്ള 3 തക്കാളിയാണ്, 2 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ സവോള, പിന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ഞാനിവിടെ നിന്ന് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ചൂടായൊരു മൺചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് നമ്മൾ എടുത്ത് വെച്ച ആ സവോളയാണ്. നന്നായിട്ട് കൊത്തി അരിഞ്ഞതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ട് വരുന്നത് വരെ നമ്മൾ സവോള ചെറിയ തീയിലിട്ട് വഴറ്റി കൊടുക്കണം. അത്യാവശ്യം വഴന്ന് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂൺ വെള്ളത്തിലൊഴിച്ചിട്ട് ഒന്ന് കലക്കി ഇതുപോലെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വഴറ്റി കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ആ തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് അതിലേക്ക് ചാറൊക്കെ ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ ഒരു ചെറിയ കഷ്ണം കുടംപുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഈ ഗ്രേവി അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വറ്റി കുറുകി വരുന്ന സമയത്ത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണം അതിലേക്ക് പെറുക്കിയിട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇത് നമുക്കൊരു 5 മിനിറ്റ് സമയം മൂടി വെച്ച് വേവിക്കണം. ലോ ഫ്ലെയിമിലായിരിക്കണം നന്നായിട്ട് തിള വന്നതിന് ശേഷം നമ്മൾ വേവിക്കേണ്ടത്. ഇപ്പോൾ നമ്മളെ അടിപൊളിയായിട്ടുള്ള ഹോട്ടൽ സ്റ്റൈൽ മീൻ കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. ഇന്നത്തെ മീൻ കറി ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബൈ.